ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നും അതുപോലെ നമ്മുടെ വീഡിയോസ് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നതിനെക്കുറിച്ചുമാണ്. ഇന്ന് ഒരുപാട് പേർ ഈ കോവിഡ് കാലത്ത് ഒരുപാട് പേർ നമ്മുടെ യൂട്യൂബിൽ വളരെ ആക്റ്റീവായി ഇരിക്കുന്നത് കാണാം. ഒരുപാട് ചാനലുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പല ആളുകളെയും ഇന്ന് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അവർക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ നിരവധി ചാനലുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഹാൻഡ് ക്രാഫ്റ്റ്, അതുപോലെ തന്നെ പാചകം, ഇതെല്ലാം തന്നെ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ തന്നെ ചാനലുകൾ ഇപ്പോഴും നല്ല സക്സസ് ആയി റൺ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ആദ്യമായി നമുക്ക് വേണ്ടത് ജിമെയിൽ അഡ്രസ്സാണ്. ജിമെയിൽ അഡ്രസ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയവർക്ക് ആ ജിമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതാണ്. ഞാനിവിടെ കാണിക്കുന്നത് ജിമെയിൽ അഡ്രസ്സ് ഇല്ലാത്തവർക്ക് എങ്ങനെ ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി നമ്മൾ www.gmail.com പോയി ക്രിയേറ്റ് ന്യൂ IDയിൽ പോവുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം കൊടുക്കുക. അതുപോലെ നമുക്ക് ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. വീണ്ടും നമ്മൾ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്നതാണ്. ഇപ്പോൾ നമ്മോട് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എന്നതാണ്. അതിനുശേഷം നമുക്ക് വരുന്നത് നമ്മുടെ വേറെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള പേജാണ് വരുന്നത്. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയും നമുക്കൊരു OTP റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ OTP നമ്മൾ സിസ്റ്റത്തിൽ വീണ്ടും എൻ്റർ ചെയ്യുക വഴി നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ആയി തീരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നതാണ്. ആദ്യമായി നമ്മൾ www.youtube.com എന്ന സൈറ്റിൽ കയറുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ ID, പാസ്വേഡ് എന്നിവ വെച്ച് നമ്മുടെ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ID, പാസ്വേഡ് വെച്ച് നമ്മൾ യൂട്യൂബിൽ സൈൻ ഇൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് എ ചാനൽ എന്ന ഓപ്ഷൻ കിട്ടുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ചാനൽ നെയിം എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതാണ് ചോദിക്കുന്നത്. ഇവിടെ വിനു MKD എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മൊബൈൽ വെരിഫൈ ചെയ്തത് കാരണം അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിനു MKD എന്ന് തന്നെ ചാനലിന് പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള പേര് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചാനൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചാനൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പോയിട്ട് യുവർ ചാനൽ, നമ്മുടെ നമ്മൾക്ക് ഇവിടെ V എന്ന് കാണാം. ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് യുവർ ചാനൽ എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹോം ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്, ചാനൽ, ഡിസ്കഷൻ, അബൌട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വീഡിയോസ് ഇതിൻ്റെ താഴത്തേക്ക് വരുന്നതായിരിക്കും. ഒരുപാട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ വീഡിയോ എല്ലാം നമ്മൾ ഏതെല്ലാം പ്ലേലിസ്റ്റിലാക്കണം, അതുപോലെ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനാണ് ഈ പ്ലേലിസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ചാനലുകളോ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചാനലുകളോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസ്കഷൻ, അബൌട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെയിനായിട്ട് നമുക്ക് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അപ്ലോഡ് വീഡിയോ എന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് സെലക്ട് ഫയൽ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫയൽ എവിടെയാണ്, വീഡിയോൻ്റെ ഫയൽ എവിടെ ഇരിക്കുന്നത് നോക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഞാനിവിടെ ഒരു
റെക്കോർഡ് ചെയ്ത് വെച്ച എൻ്റെ വേറൊരു ചാനലിൽ ഞാൻ ഇടാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു ഫയലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടൻറ്റാണോ ഇടുന്നത് അതിനനുസൃതമായ ഒരു ടൈറ്റിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇതിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ഇവിടെ ടൈറ്റിൽ എന്നുള്ളത് നിർബന്ധമായിട്ട് നമുക്ക് ഇടുന്ന വീഡിയോൻ്റെ ഇതിനനുസരിച്ചുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ കിൻഡിൽ എന്ന് പറയുന്ന ഒരു ആമസോണിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ കിൻഡിൽ എന്ന് എഴുതിയതിന് ശേഷം കിൻഡിൽ റിവ്യൂ എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. എന്താണ് ഈ പ്രൊഡക്റ്റ്, എന്തെല്ലാമാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തു. വീഡിയോ ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് ഏകദേശം 23% ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും 17 മിനിറ്റ്സ് എടുക്കുന്നതാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സ്ക്രോൾ ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലെല്ലാം കൊടുത്ത് ഇനി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിൽ കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള പിക്ചറെല്ലാം കൊടുക്കുക വഴി നമ്മുടെ വീഡിയോ ആദ്യം തന്നെ കാണുമ്പോൾ ഈ തംബ്നെയിലാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ നല്ലൊരു പിക്ചർ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ അത് കാണാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കും. അപ്പോൾ നല്ലൊരു തംബ്നെയിൽ ഉണ്ടാക്കി നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ തംബ്നെയിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ താഴത്തേക്ക് പോരുകയാണെങ്കിൽ നമുക്കിവിടെ ഓഡിയൻസ് എന്നുള്ളിടത്ത് ചോദിക്കുന്നുണ്ട്, ഇത് മെയ്ഡ് ഫോർ കിഡ്സ് ആണോ? യെസ്, ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സെലക്ഷൻ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എൻ്റേതൊരു കിൻഡിലിൻ്റെ റിവ്യൂ ആണ്, അപ്പോൾ ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. സോ ഞാൻ സെലക്ട് ചെയ്യുന്നത് നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് തംബ്നെയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം 100% എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടെ നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് തംബ്നെയിൽ ആഡ് ചെയ്യലാണ്. ഇവിടെ തംബ്നെയിൽ എന്നുള്ളതിൽ കൊടുക്കുക. അപ്പോൾ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ്റെ ഒരു ഇത് വരും. അപ്പോൾ വെരിഫൈ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. അത് നമ്മൾ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തു. അതുപോലെ തന്നെ OTP വഴി ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഫോൺ നമ്പർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ഇതേ സ്ക്രീനിൽ വന്നിട്ട് അപ്ലോഡ് തംബ്നെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തംബ്നെയിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ തംബ്നെയിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു സൈസും ഫോർമാറ്റും എല്ലാം അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലെല്ലാം ഇപ്പോൾ അഡോബ്, ഫോട്ടോഷോപ്പ് അങ്ങനെ എല്ലാറ്റിലും പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ സൈസ് കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ സൈസിന് പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ആദ്യം തന്നെ ഈ തംബ്നെയിലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തംബ്നെയിൽ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഈ തംബ്നെയിൽ വന്നിട്ടുണ്ട്. ഈ തംബ്നെയിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അത് റിഫ്ലക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നോക്കുക, എല്ലാം ശരിയല്ലേ നോക്കുക. ഇവിടെ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, അപ്പോൾ ആ കാറ്റഗറി ഓക്കെയാണ്. ഇനി നമ്മൾ എല്ലാം ചെയ്തു, ഇതെല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. വീഡിയോ എലമെൻറ്റ്സ്, ആഡ് ആൻഡ് എൻഡ് സ്ക്രീന് എല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ആഡ് ആൻഡ് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ റിഫ്ലക്റ്റ് ആവുന്നില്ല. അത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുക കാരണമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് അഗെയിൻ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്.
ഇങ്ങനൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. ഒന്ന് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട്, പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ആണെങ്കിലും ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്തവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും നമ്മുടെ ചാനൽ കയറുന്ന എല്ലാവർക്കും ഇത് കാണാൻ പറ്റും, നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ. അപ്പം ഞാനിപ്പോൾ അൺലിസ്റ്റഡ് ആണ് ഇടുന്നത്, കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് ഡെമോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല. അതിനുശേഷം ഞാനിത് സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഡേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ താഴത്ത് ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് അപ്ലോഡിങ്ങിൻ്റെ 99% ആണ് കാണിക്കുന്നത്. കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് നമ്മുടെ ചാനൽ, യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട്, അവിടെ പ്രസ് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അവിടെ കാണിക്കും. ഇതാണ് നമ്മൾ കിൻഡിൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇത് തംബ്നെയിൽ കൊടുത്തത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ട് നമുക്ക് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വ്യൂസ് എല്ലാം വരുമ്പോൾ നമ്മുടെ വ്യൂ എത്ര ആൾക്കാർ കണ്ടു എന്നതെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ആ കമൻറ്റുകളെല്ലാം ഈ ഒരു ഭാഗത്ത് കാണിക്കും, ലൈക്കുകൾ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ടാണ് ഈ എഡിറ്റ് കൊടുക്കുക. ഈ വീഡിയോയിലുള്ള എഡിറ്റ്, ഇതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ ടൈറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ തംബ്നെയിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് വീണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽസ് എഡിറ്റ് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻഡ് സ്ക്രീൻ എന്നുള്ളതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഈ എൻഡ് സ്ക്രീനിൽ വന്നിട്ട് നമ്മൾ 1 വീഡിയോ 1 സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ 1 വീഡിയോ 1 സബ്സ്ക്രൈബ്, ഇങ്ങനെ ഓരോ ഫോർമാറ്റ് അവൈലബിൾ ആണ്. 2 വീഡിയോസ് 1 വീഡിയോ 1 പ്ലേലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റുകളെല്ലാം എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്കുള്ള ലിങ്ക് നമുക്ക് എൻഡ് സ്ക്രീനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു ചാനലിൽ ആകെ ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ആഡ് ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്ക് അത് കൊടുക്കാനുള്ള ഒരു ഇത് ഇവിടെ ഇല്ല, നമുക്ക് കൊടുക്കാൻ കഴിയില്ല. സാധാരണ നമ്മൾ 2-3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത വീഡിയോൻ്റെ ലിങ്ക് അവസാന സമയത്ത് കൊടുക്കണമെങ്കിൽ, അതായത് എൻഡ് സ്ക്രീനിൽ വരണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് വരും, അങ്ങനെ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീനിൽ സബ്സ്ക്രൈബ് ബട്ടൺ മാത്രമാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ബട്ടൺ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ വീഡിയോ എത്ര സമയമാകുമ്പോഴാണ്, അതായത് എൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് 3 minutes 41 സെക്കൻഡ് വരുമ്പോഴാണ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ വരുന്നത്. അങ്ങനെ 3.41 4.1 വരെയാണ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് കാണുക. അപ്പോൾ ഇതുവഴി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ പോപ്പപ്പ് ആയിട്ട് വരികയും അതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയും. നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ മൊബൈൽ വഴി ലിങ്ക് അയച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്തത് വരുന്നുണ്ടോ നോക്കാം. എൻഡിലായിട്ടാവും നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ വരിക. അപ്പോൾ ഞാൻ കുറച്ച് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ വന്നിട്ടുണ്ട്, ഈ റൗണ്ടിലുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ വീഡിയോ ആഡ് ചെയ്യാൻ മുന്നേ ഒരു വിൻഡോ കണ്ടതാണ്, വേറെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സജഷൻ കൊടുത്തിട്ടില്ല.
ഇനി നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കാൻ പോകേണ്ടത് ഇവിടെ യുവർ വീഡിയോ എന്നുള്ളതിൽ യൂട്യൂബിൽ ലോഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൽ വരുന്ന ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളതിലാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് വിൻഡോ ആണ് studio.youtube.com. അപ്പോൾ ഇവിടെയാണ് നമ്മളെല്ലാ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ഇതായിട്ടുള്ള ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളിത് പുതിയതാകുകൊണ്ടാണ് സാധാരണ ഇവിടെ വ്യൂസ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇവിടെ നമ്മുടെ വീഡിയോ ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ പറ്റും. ഇപ്പോൾ ഇത് പബ്ലിക് ആക്കണമെങ്കിൽ പബ്ലിക് ആക്കാനുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഇടുന്നത്. ഇപ്പോൾ നമുക്ക് മ്യൂസിക് റിലേറ്റഡ് ആണെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഇടാം, അല്ലെങ്കിൽ മൊബൈൽ അൺബോക്സിങ് ആണെങ്കിൽ മൊബൈൽ അൺബോക്സിങ് എന്ന് പറഞ്ഞിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് നമ്മുടെ അനുബന്ധമായിട്ടുള്ള വീഡിയോകൾ മൂവ് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അനലിറ്റിക്സ് എന്ന് പറയുന്ന ടാബിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ വ്യൂസ്, വാച്ച് ടൈം, സബ്സ്ക്രൈബേഴ്സ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ തുടക്കമാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് തന്നെ ഇതിൽ വന്നിട്ടില്ല. പിന്നെ കമൻറ്റ്സ് എല്ലാം ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന കമൻറ്റ്സ് എല്ലാം തന്നെ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഇവിടെ പോവുക, യുവർ ചാനൽ എന്നുള്ളതിൽ പോവുക. അതിനുശേഷം നമുക്ക് വരുന്ന ഒരു ലിങ്കാണ് കസ്റ്റമൈസ് ചാനൽ. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് ബ്രാൻഡിങ് ഉണ്ട്, ബേസിക് ഇൻഫോ ഉണ്ട്, ലേ ഔട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ബ്രാൻഡിങ് എന്ന് പറയുന്നതാണ്. ബ്രാൻഡിങ്ങിൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു ഫോട്ടോ നമ്മുടെ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ, എല്ലാവരും കാണുന്ന പ്രൊഫൈൽ ഇതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലോഡ് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് എടുക്കുകയാണ്. അതിനുശേഷം വിനു എന്ന് പറഞ്ഞിട്ടൊരു പിക്ചറാണ് ഇട്ടിരിക്കുന്നത്, അത് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ഇത് അപ്ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് അനുബന്ധമായിട്ടുള്ള ഫോട്ടോകൾ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, നിങ്ങളുടെ സ്വന്തം ഫോട്ടോ, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബാനർ ഇമേജ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം ബാനറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് 6 MB അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഈ ബാനർ കറക്റ്റായിട്ടുള്ള സൈസ് നമുക്ക് ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഓൾറെഡി ഒരു ബാനർ അവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബാനർ എന്ന് പറയുന്നത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് വേണ്ട രീതിയിലുള്ള ഇപ്പം ശരിക്കും നമ്മുടെ ആ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കണം. ഇതിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ കൊടുത്ത ഓക്കെ കൊടുക്കുക. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ബാനറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പബ്ലിഷ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാനറും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് ഒരു പ്രൊഫൈൽ ഫോട്ടോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം, എങ്ങനെ അതിൽ നമുക്ക് എൻഡ് സ്ക്രീനിൽ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വീഡിയോ സെറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം കണ്ടു. അതിനുശേഷം നമ്മളിപ്പോൾ ചാനൽ കസ്റ്റമൈസേഷനിൽ പോയിട്ട് ബ്രാൻഡിങ്ങിൽ പിക്ചറും ബാനറും സെറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ കാര്യങ്ങൾ. ഒരുവിധമെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.